ആ കല്യാണപ്പറക്കാരന്റെ കണ്ണാടി പൊട്ടിച്ച്. കടുത്ത ഹറാം. ഇത് എപ്പോഴാ പൊരുത്തപ്പെടിക്കുക? ഇത് ആഖിറത്തിൽ വെച്ച് ആ അമോശൻ പിടികൂടുമ്പോ എപ്പോഴാ പൊരുത്തപ്പെടിക്കുക? പുതിയാപ്പിളക്ക് എന്തോ പറയാവോ? ഇപ്പൊ അടുത്തെന്നോട് ഒരാൾ പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളുടെ കൂടെ പോയിട്ട് പുതിയാപ്പിളുടെ കവിൾത്തടത്തിൽ നല്ല ഒരൊറ്റ അടി കൂടെ പോയോ തന്നെ നന്നായിട്ടൊന്നും പൊട്ടിച്ചു കൊടുത്തു. എന്റെ എന്ത് പറഞ്ഞോ, എടാ അതിന്റെ മുഖം ചോന്നിട്ടില്ല, ചോക്കട്ടെ. എങ്ങനെയുണ്ട് ചോപ്പിക്കല്? ഓ സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ മുഖത്തടിക്കുന്നത് പോലും തെറ്റല്ലയോ? മുഖത്തടിക്കൽ ഹറാമല്ലയോ? പുതിയാപ്പിളിന്റെ തമാശക്കാണെങ്കിലും മുഖത്തടിച്ചത് കടുത്ത ഹറാമല്ലയോ? എന്തേ എന്തും ചെയ്യാമെന്നാണോ നമ്മുടെ ചെറുപ്പക്കാരെ ധാരണ? ഏത് വൃത്തികേടും ചെയ്യാമെന്നാണോ ധാരണ? ഞാൻ വേദനയോടെ പറയുകയാണ്, എന്നാൽ അവിടുന്നും വിട്ടു. ഇന്നെനിക്ക് കിട്ടിയ ഒരു കത്ത്, ആ കത്തിൽ പറയുന്നത് എന്താണ്? സുബ്ഹാനല്ലാഹ്, പുതിയാപ്പിളിന്റെ കൂടെ പോയിട്ട് പുതിയാപ്പിളിന്റെ കീശയിൽ നിന്ന് പണം കക്കുകയാണ്. ആരാ കക്കുന്നത്? കൂടെ പോയവരാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിന്റെ കോടതിയെ കുറിച്ചൊരു ബോധവുമില്ല, പടച്ച റബ്ബ് കാണുന്നുവെന്ന ബോധമില്ല, മലക്കുകൾ റിക്കാർഡാക്കുന്നു എന്ന ബോധമില്ല. സ്വന്തം സുഹൃത്തുക്കൾ അറയിൽ നിന്ന് കക്കുന്നു, സ്വന്തം മക്കള് ബാപ്പാന്റത് കക്കുന്നു. സുബ്ഹാനല്ലാഹ്, പോറ്റി വളർത്തിയ ബാപ്പാ, വെള്ളം കൊടുത്ത ബാപ്പാ, ഭക്ഷണം കൊടുത്ത ബാപ്പാ, സുബ്ഹാനല്ലാഹ്, ആ നിൽക്കുന്ന പ്രായം വരെ പോറ്റി വളർത്തിയ ബാപ്പാ, എല്ലാ പണവും കൊടുത്ത ബാപ്പാ, വിദ്യാഭ്യാസം കൊടുത്ത ബാപ്പാ, കയ്യിൽ താങ്ങിപ്പിടിച്ച് ആശുപത്രിയിലെത്തിച്ച ബാപ്പാ, എടുത്തിങ്ങനെ കവിൾത്തടത്തിൽ ചുംബിച്ച ബാപ്പാ, ആ ബാപ്പയുടെ സ്നേഹമെത്രയാണ്, ഉമ്മയുടെ സ്നേഹമെത്രയാണ്. എന്നിട്ട് ഉമ്മയുടേത് കക്കാൻ, ബാപ്പയുടേത് കത്തെടുക്കാൻ വരെ മക്കള് തുനിയുന്ന ഒരു കാലം ഇന്നലില്ലാ. സ്നേഹത്തോടെ ഭാര്യ വീട്ടിലേക്ക് കൊണ്ടുപോയ, അതെ എന്റെ സ്നേഹിതന്മാരെന്ന നിലക്ക് കൂട്ടിക്കൊണ്ടുപോയവർ ഭാര്യ വീട്ടിലെത്തിയിട്ട് അവരുടെ വസ്തുക്കൾ തകർക്കുന്ന നിലക്ക് സമുദായം ഫസാദായി പോയി എന്ന് പറഞ്ഞാൽ, പോകുന്ന പോക്കിൽ കയറ്റിക്കൊണ്ടുപോയ ബസ്, ആ ബസിന്റെ സീറ്റ് കീറി വെച്ചു എന്ന് പറഞ്ഞാൽ, ആ ബസ്സിന് കേടുവരുത്തി എന്ന് പറഞ്ഞാൽ, പോകുന്ന പോക്കിൽ സുബ്ഹാനല്ലാഹ്, പഴയ കാലത്ത് ചില സമുദായങ്ങളുടെ ചില പരിപാടികളിൽ കാണുന്നത് പോലെ അതാ സുബ്ഹാനല്ലാഹ്, കള്ളും കുടിച്ചു പോകുന്നവരെ പോലെ കൂക്കം വിളിച്ചു കൊണ്ടുപോകുന്ന കാഴ്ചകള്, ബസ് കയറിയിട്ട് വലിയ നല്ല ചെറുപ്പക്കാരായ ആളുകള് കൂക്കം വിളിച്ചു പോകുന്ന ഏർപ്പാടുകള്. ഞാൻ ചോദിക്കട്ടെ, ഏത് നേതാവാണ് നമുക്ക് ഇത് പൊരുത്തപ്പെടുക? സഹോദരന്മാരെ, ലോകത്ത് ഏറ്റവും വലിയ സംസ്കാരം പഠിപ്പിച്ച നേതാവ്, ഏറ്റവും വലിയ സ്വഭാവം പഠിപ്പിച്ച നേതാവ്, ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിച്ച നേതാവ്, ആ നേതാവിന്റെ അനുയായികളല്ലേ മുസ്ലിം ഉമ്മത്ത്? ഈ ഞാൻ ചോദിക്കട്ടെ, വേറെ എത്ര സമുദായങ്ങൾ ഇവിടെ ജീവിക്കുന്നുണ്ട്? ഹൈന്ദവരായ ആളുകൾ കല്യാണം നടത്തുന്നില്ലേ? ക്രിസ്ത്യാനികൾ കല്യാണം നടത്തുന്നില്ലേ? അവിടെയൊന്നുമില്ലാത്തൊരു ബഹളം മുസ്ലിം സമുദായത്തിന്റെ കല്യാണത്തിൽ മാത്രം, പുതിയാപ്പള പോക്കിന് മാത്രം. എവിടെന്ന് വന്നു സഹോദരന്മാരെ? ഞാൻ വേദനയോട് ചോദിക്കുകയാണ്. നമ്മൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അകന്നുപോയി കേട്ടോ, അവിടുത്തെ സ്വഭാവത്തിൽ നിന്ന് അകന്നുപോയി കേട്ടോ. ഓ മുസ്ലിമേ, രക്ഷപ്പെടണോ? ദുനിയാവ് രക്ഷപ്പെടണോ? ആഖിറം രക്ഷപ്പെടണോ? അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച സിറാത്തും മുസ്തഖീമിലേക്ക് വന്നോ. സുബ്ഹാനല്ലാഹ്, ഒരു കല്യാണം നടത്തുമ്പോ എത്ര ലക്ഷങ്ങളും കോടികളും ചെലവഴിക്കുന്നതിന് നമുക്ക് മടിയില്ല. പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിനൊരു പവന് ചോദിച്ചാൽ പലപ്പോഴും വല്ലാത്ത ഞെരുക്കമാണ്. ഇന്നാലില്ല, അവിടുന്നൊക്കെ പോയിട്ട് എവിടെ എത്തി? ഈ അടുത്തൊരു പെൺകുട്ടി, പാവപ്പെട്ടൊരു പെൺകുട്ടി വിളിക്കുകയാണ്, ഉസ്താദേ എനിക്ക് കല്യാണം ഉറച്ചു, ഭർത്താവൻ അതേ വരൻ വന്നു, അവൻ കണ്ടു ഇഷ്ടപ്പെട്ടു, എനിക്ക് അങ്ങോട്ടും ഇഷ്ടപ്പെട്ടു, പക്ഷെ അവൻ നിർബന്ധിക്കുന്നു നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ഒരു ദിവസം അവന്റെ കൂടെ യാത്ര ചെയ്യണമെന്ന്. അത് പറ്റില്ല, നിക്കാഹ് നടത്താതെ ഞാൻ നിന്റെ കൂടെ വരില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്നാ
വേണ്ടെന്ന് പറഞ്ഞു ഒഴിഞ്ഞു കളഞ്ഞു. ഇന്നാലില്ലാ. നിക്കാഹ് നടക്കുന്നതിന് മുമ്പ് ആ പെണ്ണിന്റെ മുഖത്ത് ഒരു സമയം നിനക്ക് അതാ പെണ്ണ് നിനക്ക് അനുയോജ്യമാണോ അല്ലേ എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി നിനക്ക് നോക്കൽ അല്ലാഹു തആല സുന്നത്താക്കിയതാണ്. എന്നാൽ അനാവശ്യമായ നോട്ടം തെറ്റല്ലയോ? പിന്നെ കൂടെ കൂട്ടി നടക്കുന്നത് തെറ്റല്ലയോ? അവളെ ശബ്ദം കേട്ട് രസിക്കുന്നത് തെറ്റല്ലയോ? പക്ഷേ പഴയ കാലത്തുള്ള ജീവിതമൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ലജ്ജയുമില്ലാതെ നിക്കാഹ് നടക്കാത്ത പെണ്ണിനെ എന്റെ കൂടെ അയച്ചു തരുമോ എന്ന് ചോദിക്കാൻ മാത്രം മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ അതപ്പതിച്ചില്ലേ? എന്തിനധികം പറയണം. അതാ മറ്റൊരു സ്ഥലത്ത് എനിക്കറിയാൻ കഴിഞ്ഞു. അറയിലേക്ക് ഇരച്ചങ്ങ് കയറുകയാണ് കുറെ സ്ത്രീകള്. കയറിയിട്ടതാ പറയുന്നു, അതാ ഞങ്ങൾക്ക് അതാ സംഖ്യ വേണം, പണം വേണം, ഞങ്ങൾക്ക് കേക്ക് വാങ്ങണം, ഞങ്ങൾക്ക് മിഠായി വാങ്ങണം. അന്യപുരുഷനോട് ഇരക്കുകയാണ്, അതേ യാചിക്കുകയാണ്. ഒരൽപ്പവും അഭിമാനമില്ലാത്ത ചില പെണ്ണുങ്ങള് അന്യപുരുഷനെ കാണാൻ കയറുകയാണ്. ഇവിടെ ഇപ്പോൾ എനിക്ക് കിട്ടിയ ഒരു കത്തിൽ പ്രത്യേകം പറയുന്നു, അന്യപുരുഷന്റെ രോഗം കാണാൻ പോകല് ചില പെണ്ണുങ്ങൾക്ക് വലിയ സന്തോഷമാണ്, അതിനെക്കുറിച്ചൊന്ന് പറയണം എന്നേതോ ഒരാളൊരു കത്തെഴുതി തന്നിരിക്കുന്നു. പറയട്ടെ, അന്യപുരുഷനെ നോക്കാൻ പാടില്ല, കാണാൻ പാടില്ല. അങ്ങനെയാണ് പ്രബലമായ അഭിപ്രായം. എന്നാൽ ഫിത്നയും ഫസാദൊന്നും വരാത്ത നിലക്കുള്ളൊരു ചുറ്റുപാടിൽ എന്തെങ്കിലും ഒരാവശ്യത്തിന് വേണ്ടി ഏതെങ്കിലും സ്ത്രീ നോക്കുന്നുവെങ്കിൽ അവിടെ ചിലപ്പോൾ അനുവദനീയമാണെന്ന വല്ല കൗലുമുണ്ടായിരിക്കാം, വല്ല അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം. അതേ സമയത്ത് പറയട്ടെ, അന്യപുരുഷന്റെ മുഖത്തേക്ക് ആവശ്യമില്ലാതെ നോക്കുന്നത് തെറ്റല്ലയോ സ്ത്രീകളെ? അന്യപുരുഷന്റെ റൂമിലേക്ക് അമ്മായിമാരെന്ന നിലക്ക് കാണാനും തൊടാനും പറ്റാത്തവര് അതാ ഇരച്ച് കയറുന്നത് തെറ്റല്ലയോ? തൊടുന്നത് തെറ്റല്ലയോ? ഭാര്യയെ സ്വന്തം ഭാര്യയെ കാണാനും തൊടാനും പറ്റും, ഭാര്യയുടെ ഉമ്മയെയും ഉമ്മാമയെയും കാണാനും തൊടാനും പറ്റും. അതേ സമയത്ത് ഭാര്യന്റെ ജേഷ്ഠത്തിയോ അനുജത്തിയോ കാണൽ ഹറാമല്ലയോ? നോക്കൽ ഹറാമല്ലയോ? ഒരു കുറഞ്ഞ കാലം ഈ ഭൂമി ലോകത്ത് ജീവിക്കുമ്പോ ഹറാമുകളിൽ മാറി നിന്ന് പടച്ചവന്റെ പൊരുത്തത്തിലൊന്ന് ജീവിച്ചുകൂടെ സഹോദരന്മാരെ, സഹോദരിമാരെ? ജീവിതം കുറഞ്ഞ കാലമല്ലയോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ചെറിയ ഒരു കുട്ടിയെയും കൂട്ടിയിട്ട് സ്കൂളിൽ നിന്ന് പോകുന്ന ജാബിർ എന്ന ചെറുപ്പക്കാരൻ ഇന്നലെ ആക്സിഡന്റിൽ മരിച്ചത്. അങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ, അവിവാഹിതരും വിവാഹിതരുമായ ചെറുപ്പക്കാർ പെട്ടെന്ന് മരിച്ചുപോയത് നമ്മുടെ ഓർമ്മയിലുണ്ട്. അതുകൊണ്ട് മരണത്തിന് വേണ്ടി അതാ ഒരുക്കം കൂട്ടുന്ന ജീവിതം നയിക്കാൻ നമ്മൾ തയ്യാറാകണമെന്ന് മാത്രം ഈ സമയത്ത് ഉണർത്തട്ടെ. ചെറിയ പിഞ്ചുകുട്ടികളെ കയ്യിൽ അനാവശ്യമായി പണം കൊടുത്ത് ചെറിയ മക്കളെ അനാവശ്യത്തിലേക്ക് തള്ളിവിടുന്ന ഏർപ്പാടുകളിൽ നിന്നും നിന്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണമെന്ന് കൂടി ഞാൻ ഉണർത്തട്ടെ. സ്കൂളിൽ വന്നൊരു ചെറിയ കുട്ടിയുടെ കയ്യിൽ 1000 ഉറുപ്പികയുടെ നോട്ട്, 500 ഉറുപ്പികയുടെ നോട്ട് എവിടുന്ന് കിട്ടിയെന്ന് ചോദിക്കുമ്പോ ഉമ്മ തന്നതാണ്, ബാപ്പ തന്നതാണെന്ന് ഈ കുട്ടി മറുപടി പറയുന്നു. ആ കുട്ടിയുടെ കയ്യിലുള്ള പണം കൊണ്ട് ആ കുട്ടി എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഓ സഹോദരിമാരെ, പണത്തിന് വിലയുണ്ട്, പണത്തിന് വിലയുണ്ട്. അത് നമുക്ക് കളിക്കാനുള്ള സാധനമല്ല. അവനവന്റെ സ്വത്ത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നും എവിടെയാണ് ചെലവഴിച്ച് തീർത്തതെന്നും രണ്ടിന്റെ കണക്കും റബ്ബിന്റെ
കോടതിയിൽ സമർപ്പിക്കാതെ ഒരു മനുഷ്യന്റെ കാലും നീക്കി വെക്കുക സാധ്യമല്ല. ഞാനിപ്പോഴത്രേ അതിനെക്കുറിച്ച് പറയുന്നുള്ളൂ. ഞാൻ ബാക്കി സൂറത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് കടന്നെന്റെ പ്രസംഗം നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിന്നൊരു 3 സ്വലാത്ത് ചൊല്ലണം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് അലം നശ്റഹ് സൂറത്തിൽ അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചെയ്ത വലിയ നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ട് അലം നശ്റഹ് ലക സദ്റക, അങ്ങയുടെ മനസ്സ്, അങ്ങയുടെ നെഞ്ഞ് നമ്മൾ തുറന്നു തന്നില്ലേ നബിയേ എന്ന് ചോദിച്ചതിന് ശേഷം രണ്ടാമതായി പറയുന്നൊരു വാക്ക്